പ്രിയപ്പെട്ട കുട്ടികളെ, അക്കാദമിക പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റികളിലും മികവ് പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. കലാമേളകൾ, കായികമേളകൾ, ശാസ്ത്രോത്സവങ്ങൾ എന്നിവ ഇതിൽ പെടുന്നവയാണ്. ശാസ്ത്രോത്സവത്തിൽ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ, IT മേളകളാണ് നടന്നു വരാറുള്ളത്. ഇതിൽ IT മേളയെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. IT മേളയിൽ മുൻ വർഷങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ചില സോഫ്റ്റ്വെയറുകളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതിൽ മലയാളം ടൈപ്പിംഗുമായി ബന്ധപ്പെട്ട ചില പ്രധാന മാറ്റങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ പ്രാവശ്യം സ്കൂളുകൾക്ക് സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകിയിട്ടുള്ള കൈറ്റ്, ഗ്നു ലിനക്സ്, ഉബുണ്ടു 22.04 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻബിൽട്ടായി പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണുള്ളത്. പേര് കേട്ടാൽ നിങ്ങൾക്കെല്ലാം അത് അറിയുമായിരിക്കും. ശാരിക എന്നാണ് ആ സോഫ്റ്റ്വെയറിന്റെ പേര്. ഈ ശാരിക സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കിയ ടെക്സ്റ്റുകൾ ഉൾപ്പെടുത്തി വെച്ചാൽ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ആ ടൈപ്പിങ്ങിന് വേണ്ടി തയ്യാറാക്കുന്ന ടെക്സ്റ്റുകൾ ഒരു പ്രത്യേക കീബോർഡ് ലേഔട്ടിൽ തയ്യാറാക്കിയതായിരിക്കണം എന്ന നിഷ്കർഷയും ഉണ്ട്. സാധാരണയായി മലയാളം കീബോർഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ അത് പൂർണ്ണ കീബോർഡ് എന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്. ആ കാര്യം നമുക്ക് സർക്കുലർ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സർക്കുലറിൽ നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. 15/9/2025 എല്ലാ മേളകളിലെയും നടത്തിപ്പ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു ഉത്തരവിലൂടെ നടപ്പിലാക്കുകയാണ്. അതിന്റെ സൂചനകളിലൂടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് മലയാളം ടൈപ്പിംഗ് മത്സരം പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡിഫോൾട്ടായ മലയാളം കീബോർഡ് ലേഔട്ട് പൂർണ്ണ എക്സ്റ്റൻഡഡ് ഇൻസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നടത്തേണ്ടതാണ്. അപ്പൊ നമുക്ക് ഡിഫോൾട്ടായ മലയാളം കീബോർഡ് ലേഔട്ട് ഏതാണെന്ന് പരിശോധിക്കാൻ വേണ്ടി ഇവിടെ ഈ ലാംഗ്വേജ് ആപ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് മലയാളം ബ്രാക്കറ്റിനകത്ത് പൂർണ്ണ എക്സ്റ്റൻഡഡ് ഇൻസ്ക്രിപ്റ്റ്. ഇനി അഥവാ ഇങ്ങനെ മലയാളം ഡിഫോൾട്ടായിട്ട് ഇല്ല എങ്കിൽ, പൂർണ്ണ കീബോർഡ് ഇല്ല എങ്കിൽ അത് ഉൾപ്പെടുത്തുന്ന വിധം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നതുമായിരിക്കും. എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ നിന്നും കാതലായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് ആണവ ചില്ലുകളും ഒട്ട് ചില്ലുകളും ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആണവ ചില്ലുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശം ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഇനമായി ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, അനിമേഷൻ വിഭാഗത്തിൽ നിലവിൽ അനുവദിച്ചിട്ടുള്ള ആപ്ലിക്കേഷനുകൾക്ക് പുറമെ ഓപ്പൺ ടൂൾസ് കൂടി ഉപയോഗിക്കാവുന്നതാണ്. എന്താണ് നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ടുപ്പി ട്യൂബ് ഡെസ്ക് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ടുപ്പി ട്യൂബ് ഡെസ്കിനോടൊപ്പം തന്നെ ഓപ്പൺ ടൂൾസ് എന്ന് പറയുന്ന അനിമേഷൻ തയ്യാറാക്കാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ കൂടി ഉപയോഗിക്കാമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. എന്നാൽ ഇതിനകത്ത് ഒരു സൂചന തരുന്നുണ്ട്. അനിമേഷൻ മത്സരത്തിന്റെ അന്തിമ ഉൽപ്പന്നം, നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന അന്തിമ ഉൽപ്പന്നം MP4 അല്ലെങ്കിൽ AVI ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്താണ് സേവ് ചെയ്യേണ്ടത്. മറ്റൊന്ന്, രചനയും അവതരണവും മത്സരത്തിൽ ആ മത്സരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ള പ്രസന്റേഷൻ അത് അവതരിപ്പിക്കാൻ നേരത്തെ നൽകിയ സമയത്തിൽ നിന്നും ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവതരണത്തിന് 5 മിനിറ്റാണ് സമയം. ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, രചനയും അവതരണവും മത്സരത്തിന്റെ തീമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ശാസ്ത്രവും മാനവികതയും എന്ന വിഷയമാണ്. വെബ് പേജ് നിർമ്മാണം അല്ലെങ്കിൽ വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന മത്സരത്തിന് നൽകുന്ന ഉള്ളടക്കത്തിൽ നിന്നും മത്സരാർത്ഥിക്ക് ഉചിതമായത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്.
സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുള്ള പ്രവർത്തനത്തിന് വേണ്ടി നേരത്തെ നമ്മൾ സ്ക്രാച്ച് 2 ആയിരുന്നു ഉപയോഗിച്ചത്. ഇപ്പോൾ അത് സ്ക്രാച്ച് 3 ടർബോവാഫ് എന്ന് പറയുന്ന വേർഷനാണ് ഉപയോഗിക്കേണ്ടത്. സ്കൂൾ തല മത്സരത്തിന് വേണ്ടി സ്കൂളിൽ നിന്നും പ്രഥമാധ്യാപകരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ചോദ്യ പേപ്പർ ഉപയോഗിച്ചാണ് ക്വിസ് നടത്തേണ്ടത്. എന്നാൽ ഉപജില്ല, ജില്ലാ, സംസ്ഥാന തലങ്ങളിലേക്ക് മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടി കൈറ്റിന്റെ കോർ പാനൽ അംഗങ്ങൾ പ്രത്യേക വർക്ക്ഷോപ്പ് നടത്തി ചോദ്യശേഖരങ്ങൾ തയ്യാറാക്കി അതിനകത്തു നിന്നും വ്യത്യസ്തമായ ചോദ്യ സെറ്റുകൾ തയ്യാറാക്കി റാൻഡമായി തിരഞ്ഞെടുത്തുകൊണ്ടാണ് പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെയും ഇതിന്റെ സൂക്ഷ്മമായ സ്വകാര്യത നിലനിർത്തിക്കൊണ്ടാണ് മത്സരം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മലയാളം ടൈപ്പിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കാനുള്ളത്. മലയാളം ടൈപ്പിംഗ് എന്ന് പറയുന്നത് വെറുതെ ഒരു മത്സരമായിട്ട് മാത്രമല്ല ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും നടക്കുന്നത്. ടൈപ്പ് ചെയ്ത് കിട്ടുന്ന കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് ലേ ഔട്ട് എന്ന് പറയുന്ന മേഖലയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തീർച്ചയായും മലയാളം ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ നൽകുന്ന സ്കോർ ആയിരിക്കും. എന്നാൽ ലേ ഔട്ടിന് വിധികർത്താക്കളുടെ സൂക്ഷ്മ പരിശോധനയിലൂടെ ലഭ്യമാകുന്ന മാർക്കായിരിക്കും ഉണ്ടാകും. ഇനി ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കമ്പ്യൂട്ടറിനകത്ത് നിലവിൽ മലയാളം പൂർണ്ണ എക്സ്റ്റൻഡഡ് ഇൻസ്ക്രിപ്റ്റ് ഉണ്ട്. എന്നാൽ ചില കമ്പ്യൂട്ടറുകളിൽ അത് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഇല്ല എങ്കിൽ എങ്ങനെയാണ് മലയാളം പൂർണ്ണ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലെറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലഭ്യമാവുന്ന ഈ സെറ്റിംഗ്സിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് മേഖലയിലേക്ക് കടന്നു പോകാം. വിവിധ തരത്തിലുള്ള വിവിധ കാറ്റഗറിയിലുള്ള സെറ്റിംഗ്സ് കാണാം. അതിനകത്ത് നമുക്ക് വേണ്ടത് കീബോർഡ് സെറ്റിംഗ്സ് ആണ്. നേരത്തെ നമ്മൾ ഇത് ഉപയോഗിച്ചിരുന്നത് ലാംഗ്വേജിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് 22.04-ൽ കീബോർഡ് ലേഔട്ട് എന്ന രൂപത്തിലാണ് ഉൾപ്പെടുത്തിയത്. അപ്പൊ കീബോർഡ് ലേഔട്ടിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഇൻപുട്ട് സോഴ്സസ്, ഇതിനകത്ത് പല കീബോർഡുകളും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കീബോർഡുകളെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒഴിവാക്കാം, വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് റിമൂവ് ബട്ടൺ അമർത്തിയാൽ മാത്രം മതിയാവും. മലയാളം പൂർണ്ണ എക്സ്റ്റൻഡഡ് ഇൻസ്ക്രിപ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ഞാൻ ഈ കീബോർഡ് ലേഔട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ ആ കീബോർഡ് ഈ കമ്പ്യൂട്ടറിനകത്ത് പോയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ലാംഗ്വേജ് ആപ്ലിറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നേരത്തെ കണ്ടതിൽ നിന്നും ഒരെണ്ണം കുറഞ്ഞതായിട്ട് കാണാം. ഇനി എങ്ങനെയാണ് മലയാളം പൂർണ്ണ കീബോർഡ് ഉൾപ്പെടുത്തിയത്? അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഈ പ്ലസ് ചിഹ്നത്തിൽ ഇവിടെ കാണാം ഒരു പ്ലസ് ചിഹ്നം. ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ആഡ് ആൻ ഇൻപുട്ട് സോഴ്സ് എന്ന് പറയുന്ന ആഡ് ചെയ്യാനുള്ള ലിസ്റ്റുകൾ വിസിബിൾ ആവുന്ന ചെറിയൊരു പോപ്പപ്പ് ആയിട്ട് വരുന്ന വിൻഡോ ഉണ്ട്, ചെറിയൊരു വിൻഡോ. ഈ വിൻഡോയിൽ ഇവിടെ 3 കുത്തുകൾ കാണാം. ഈ 3 കുത്തുകളിൽ മൗസ് പോയിന്റർ എത്തിക്കുമ്പോൾ ഇവിടെ മോർ എന്ന് കാണിക്കുന്നുണ്ട്. മോർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇനിയും കൂടുതൽ ലേഔട്ടുകൾ ഇതിനകത്തുണ്ട്. അത് നമുക്ക് തിരഞ്ഞു കണ്ടുപിടിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ തിരഞ്ഞുപിടിക്കാനുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് നമുക്ക് വേണ്ടത് മലയാളമാണ്. അതുകൊണ്ട് നമുക്കിവിടെ മലയാളം എന്ന് കൊടുക്കാം. മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ അതർ എന്ന് വന്നിട്ടുണ്ട്. ഈ അതർ എന്ന് പറയുന്ന വാക്കിന് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്തുള്ള എല്ലാ കീബോർഡുകളെയും കാണിച്ചു തരും. അപ്പൊ മലയാളമുണ്ട്, മലയാളം ലളിതയുണ്ട്. അപ്പോൾ മൂന്നാമതായിട്ട് കാണുന്നത് മലയാളം പൂർണ്ണ എക്സ്റ്റൻഡഡ് ഇൻസ്ക്രിപ്റ്റ് എന്ന് കാണാം. മറ്റു പല മലയാളം ഫോണ്ടുകളും കീബോർഡ് ലേഔട്ടുകളും ഇവിടെ കാണാം. നമുക്ക് മലയാളം പൂർണ്ണയാണ് വേണ്ടത്. അപ്പൊ പൂർണ്ണയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ കീബോർഡ് ലേഔട്ട് ഇവിടെ ലിസ്റ്റിനകത്ത് വന്നു ചേരും. മാത്രമല്ല ഇവിടെ ലാംഗ്വേജ് ആപ്ലിറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ
നേരത്തെ നമ്മൾ നഷ്ടപ്പെടുത്തിയ മലയാളം പൂർണ്ണ എക്സലന്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ കീബോർഡ് ലേഔട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് മലയാളം കീബോർഡ് ഉൾപ്പെടുത്തുന്നത്. ഇനി എങ്ങനെയാണ് ഇവ ടൈപ്പ് ചെയ്ത് നോക്കുന്നത്? ഇവിടെ നമുക്ക് കീബോർഡിലെ വിൻ ബട്ടൺ അമർത്തുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഈ ഷോ ആപ്ലിക്കേഷൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഷോ ചെയ്യും. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഫയൽ തുറക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എഡിറ്റർ ടെക്സ്റ്റ് നടിച്ചാൽ മതിയാവും. അപ്പൊ തന്നെ ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഞാൻ എന്റെ കീബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു വാക്ക് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ KITE കൈറ്റ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ കൈറ്റ് എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് കൈറ്റ് എന്ന് മലയാളത്തിലാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ലാംഗ്വേജ് ഒന്ന് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ലാംഗ്വേജ് മാറ്റാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മലയാളത്തിന്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഭാഷ മാറ്റി ടൈപ്പ് ചെയ്യും, കൈറ്റ്. ഇതിനുള്ള ഒരു ഷോർട്ട് കട്ട് കീ കൂടിയുണ്ട്. ഇവിടെ ഞാനിപ്പോ ചെയ്തത് ആപ്ലെറ്റിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള കീബോർഡ് ലേഔട്ട് ഏതാണോ അതിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ കീബോർഡ് ലേഔട്ട് ചൂസ് ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ ഇത് നമുക്ക് ഷോർട്ട് കട്ടിലൂടെ കുട്ടികൾ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ ഷോർട്ട് കട്ടിലൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് പറയാം. അതിനുവേണ്ടി കീബോർഡിലെ വിൻ ബട്ടൺ, സൂപ്പർ കീ എന്നും പറയുമല്ലോ, വിൻ ബട്ടൺ അല്ലെങ്കിൽ സൂപ്പർ കീ പ്ലസ് അതിനോടൊപ്പം സ്പേസ് ബാർ ഒന്ന് അമർത്തിയാൽ ഇതിനകത്തുള്ള ഫോണ്ടുകൾ അല്ലെങ്കിൽ കീബോർഡ് ലേഔട്ടുകളൊക്കെ കാണും. നമുക്ക് ഏതാണോ വേണ്ടത് അതാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ മലയാളമാണെങ്കിൽ മലയാളം. ശേഷം നമ്മൾ സൂപ്പർ കീ വിട്ട് കഴിഞ്ഞാൽ ആ കീബോർഡ് ലേഔട്ട് മലയാളമായി മാറിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു സൂചന കൂടി ഇതിനകത്ത് നൽകേണ്ടതുണ്ട്. ഈ പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആണവ ചില്ല് മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ്. ഓരോ ചില്ലക്ഷരങ്ങളും, നമുക്ക് ആകെയുള്ള ചില്ലക്ഷരങ്ങൾ എൻ, എർ, ഇൽ, ഇൾ, ഇൺ എന്നിങ്ങനെ 5 എണ്ണമാണ്. ഷിഫ്റ്റ് അമർത്തി വി അമർത്തി കഴിഞ്ഞാൽ എൻ എന്ന അക്ഷരം വരും. ഷിഫ്റ്റ് അമർത്തി എന്ററിന്റെ മുകളിലുള്ള ബാക്ക് സ്പേസ് അമർത്തി കഴിഞ്ഞാൽ എർ എന്ന് വരും. ഇനി ഷിഫ്റ്റ് അമർത്തി 8 എന്ന് പറഞ്ഞ ന്യൂമറിക് ഭാഗത്ത് കീബോർഡിന് നേരെ മുകളിലുള്ള ഫംഗ്ഷൻ കീയുടെ താഴെയുള്ള 8 അമർത്തി കഴിഞ്ഞാൽ നമുക്കവിടെ ഇൾ എന്ന് വരും. ഇനി ഷിഫ്റ്റ് അമർത്തി ഫുൾ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇൽ എന്ന് വരും. ഇനി ഷിഫ്റ്റ് അമർത്തി എക്സ് എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇൺ വരും. ഇത് വലിയ സൗകര്യം തന്നെയാണ്. നേരത്തെ നമ്മൾ ഇവയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതായത് എൻ എന്നുള്ള അക്ഷരമാണെങ്കിൽ PD സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ്. നേരത്തെ നമ്മൾ ഒട്ടു ചില്ലായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം ആണവ ചില്ലും കൂടി നൽകിയിരുന്നു. ഈ പ്രാവശ്യം പൂർണ്ണമായിട്ടും നമ്മൾ അത് ആണവ ചില്ലിലേക്ക് മാറുകയാണ്. ഇപ്പോ എൻ എന്ന അക്ഷരം ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് വി ആദ്യം അടിച്ചു, ഡി അടിച്ചു, എന്നതിന് ശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ആണ് അടിച്ചത്. ഈ ഒരു കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന, അതായത് ഒട്ടിച്ചു കൊണ്ടുവരുന്ന ഒരു അക്ഷരത്തിന്റെ അംശങ്ങളെ ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ചു കൊണ്ടുവരുന്നതിന് പകരം നമുക്ക് ഒറ്റ കീയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വലിയ സൗകര്യം തന്നെയാണ്. അപ്പോൾ ഈ സൗകര്യം കൂടി നിങ്ങൾ ഈ പ്രാവശ്യത്തെ മലയാളം ടൈപ്പിങ്ങിന് ഉപയോഗപ്പെടുത്തണം. നിർബന്ധമാണത്. നിങ്ങൾക്ക് ഒട്ടുചില്ല് എന്ന് പറയുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് ആയിരിക്കില്ല ടൈപ്പിങ്ങിന് വേണ്ടി തരിക. അതുകൊണ്ട് ഒട്ടുചില്ല് ആരും പരിശീലിക്കരുത്. പൂർണ്ണമായും ആണവ ചില്ലിലേക്ക് മാറുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഗുരുനാഥന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവ ക്ലിയർ ചെയ്ത് ടൈപ്പിങ്ങിനകത്ത് ഉള്ള നിങ്ങളുടെ വേഗത നന്നായി വർദ്ധിപ്പിച്ച് എല്ലാവരും മലയാളം ടൈപ്പിങ്ങിൽ വിജയികളായി തീരട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. താങ്ക് യു.